ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രവും വേദയും കിച്ചണിലിരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദയാണെങ്കിലോ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം വേദേൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ ജന്മനക്ഷത്രം എന്താന്ന്? വേദ, എന്തിനാണ്? അല്ല, നിൻ്റെ നക്ഷത്രവും സമയവും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. എന്തിനാ, വീണ്ടും താലി കെട്ടാനാണോ? എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. 3 തവണ ഞാൻ താലി കെട്ടി. എന്നിട്ടുണ്ടല്ലോ, സമാധാനത്തോടു കൂടി ഒരു തവണ പോലും ആ താലി എൻ്റെ കഴുത്തിൽ വീണിട്ടില്ല. അന്നേരം വിക്രം പറയും, 3 അല്ല 4 തവണ. അമ്പലത്തിൽ വെച്ചിട്ട്, അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട്, ശ്രീനിസാറിൻ്റെ മുന്നിൽ വെച്ചിട്ട്, പിന്നെ അതുപോലെ ഹാളിൽ വെച്ചിട്ട്, അങ്ങനെ 4 തവണ താലി കെട്ടിയിട്ടുണ്ട്. ആ, അത് ശരിയാണ് എന്ന് വേദ പറയാൻ കേട്ടോ. ഈ താലിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയും, ആ അത് ശരിയാ, ഈ താലിയിലൊക്കെ എന്തിരിക്കുന്നു? മനുഷ്യർ തമ്മിലുള്ള സ്നേഹമല്ലേ വരുത്. ഇപ്പം നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതുപോലെ അല്ലല്ലോ നീ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. താലിയുടെ മഹാത്മ്യം പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി ക്ലാസ് എടുത്തിട്ടുള്ള ആളാണല്ലോ നീ എന്നൊക്കെ വിക്രം പറയാണ്. ആ, അന്ന് അങ്ങനെയൊക്കെ തോന്നി. അന്ന് മുത്തശ്ശിയുടെ കീഴിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വേദയും പറയാണേ. ഓ, നന്നായി മുത്തശ്ശി മദ്രാസിൽ തന്നെ താമസാക്കിയത്. അല്ലെങ്കിലുണ്ടല്ലോ നീ ഇപ്പോൾ വല്ല മഹിളാരത്നമൊക്കെ ആയി മാറിയനെ എന്ന് പറയാൻ കേട്ടോ. ദേ, മുത്തശ്ശിനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. അന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യർ തമ്മിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചത് വിക്രുവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ വിക്രം ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വേദ ഇങ്ങനെ തലയുയർത്തി നോക്കുന്നുണ്ട്. അതിനിടയിൽ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം വിക്രം വേദയുടെ അടുത്ത് പറയാണ്, അതേ, ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി താൻ ഇതുവരെ ഒന്നും കട്ട് ചെയ്ത് കറിയൊന്നും ആക്കിയിട്ടില്ല. വെജിറ്റബിൾ കുറുമ മാറ്റിയിട്ട് ഇനി വേറെ എന്തെങ്കിലും കറി ആക്കണോ? അരിഞ്ഞു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം വേദ പറയുകയാണത് ഇപ്പം അറിയാമെന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേദൻ്റെ കൈ മുറിയാണ് കേട്ടോ. വേദൻ്റെ കൈ മുറിഞ്ഞ് ബ്ലഡൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് വിക്രം അയ്യോ എന്നും പറഞ്ഞിട്ട് വേഗം ഓടി വന്നിട്ട് വേദൻ്റെ കൈ വിരലെടുത്തിട്ട് വായിൽ വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കും, വിക്രം വിക്രം എന്താ ഈ ചെയ്യുന്നത്? വിക്രം പറയും, അമ്മ കുഞ്ഞുനാളിൽ ഇങ്ങനെയാണ് ചെയ്തതെന്ന്, കൈ മുറിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയും. പിന്നെ എൻ്റെ കൈ സെപ്റ്റിക്കായിട്ട് ഇനി ആ വിരൽ മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ വേദ പറയാണ്. ഒന്ന് പോയിട്ട് തുണി എങ്ങാനൊന്ന് എടുത്തിട്ട് വരുമോ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രത്തിന് നന്നായിട്ട് വിഷമം വരികയാണ് കേട്ടോ. വേദ അങ്ങനെ പറഞ്ഞ് വിക്രത്തിന് സഹിച്ചിട്ടില്ല. അങ്ങനെ വിക്രം വേഗം പോയിട്ട് ഒരു തുണി കഷ്ണം എടുത്തിട്ട് വരും. അപ്പോൾ വേദ പറയും, ആ ബാഗിലുണ്ട് ഓയിൽമെൻ്റ് എന്ന്. അങ്ങനെ ആ മരുന്നൊക്കെ വെച്ച് വേദയുടെ കൈയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. അന്നേരം വിക്രമിൻ്റെ മുഖത്തുള്ള വിഷമം വേദ കാണുകയാണ്. വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമിന് എന്തോ വിഷമമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ വിക്രം വേദേൻ്റെ അടുത്ത് പറയും, നീ പോയിക്കോ, ഞാനിതൊക്കെ അരിയാമെന്ന് പറയുമ്പോൾ വേദ പറയും, അത് സാരമില്ല, ഞാൻ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം വിക്രം പിന്നെ പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വിക്രം ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. വിക്രം ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വേദ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വേദയും വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ വേദയും വിക്രമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ചെറിയൊരു പാറപ്പുറത്ത് രണ്ടുപേരും കൂടെ വന്നിരിക്കുകയാണ്. അന്നേരം വേദ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കും, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, പറ. അപ്പോൾ വിക്രം പറയും, ഒന്നുമില്ല. അതല്ല, പറയേ വിക്രം, എന്താ കാര്യം? ഒന്നുമില്ല, താൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ സെപ്റ്റിക്കായി കൈ മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞില്ലേ, അതെനിക്ക് വല്ലാത്ത വിഷമമായി. അയ്യേ വിക്രം, ഇത്രയ്ക്ക് ക്രിഞ്ചാണോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എൻ്റെ വിരൽ ഇവിടെ തന്നെ ഉണ്ട്, എവിടേക്കും പോവില്ല. അയ്യേ, ഇങ്ങനെയൊക്കെയാണോ വിക്രം എന്ന് വേദയും ചോദിക്കുകയാണ്. മനസ്സിലുള്ള ഫീലിങ്സ് പറഞ്ഞാൽ പിന്നെ സെൻറ്റിയായി ക്രഞ്ചായി. അന്നേരം വേദ പറയും, വിക്രം അങ്ങനെ സെൻറ്റിയൊന്നും അടിക്കണ്ട. എന്നാലേ എനിക്കിപ്പോൾ വരുന്നത് ഒരു കവിതയാണ്. കവിതയോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അതെ, കവിത. കോളേജിൽ അന്നേ ഭയങ്കര ഹിറ്റായിരുന്നു അത്. അന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള കവിതയാണത്. ആണോ എന്ന് വിക്രം ചോദിക്കും. എന്നാ പാട് എന്ന് വിക്രം പറയാണ്. അതെ, എനിക്ക് അത്ര വരികളൊന്നും അറിയില്ല, കുറച്ച് വരികളെയൊക്കെ അറിയുള്ളൂ. മതി, അത് മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ കുറച്ച് വരികളൊക്കെ പാടുകയാണ്. ഒരു മയിൽപ്പീലിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കവിതയാണ്. ഒരു മയിൽപ്പീലിത്തുണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു, അവളത് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചു എന്നൊക്കെ ഉള്ള വരികളോട് കൂടിയിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ വേദ പറയുന്നത്. പിന്നെ ആരും കാണാതെ പതുങ്ങി വന്ന് ആ മയിൽപ്പീലിത്തുണ്ട് എടുത്തു നോക്കി.
ആകാശത്തിൻ്റെ രശ്മികൾ ഏൽക്കാതെ ആകാശവും ഭൂമിയും കാണാതെ എന്നൊക്കെയുള്ള വരികളുള്ള ഒരു കവിതയാണ്. എന്നിട്ട് ലാസ്റ്റ് നോക്കിയപ്പം ബുക്കും താളുകളില്ല മയിൽപ്പീലിത്തുണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ്. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കവിത. അന്നേരം വിക്രം പറയുകയാണേ, ആഹാ ഇത് അടിപൊളി കവിതയാണല്ലോ, നല്ല മനോഹരമായിട്ടുണ്ട്, ഇനിയുണ്ടൊരു വരി എന്ന് വേദയും പറയും. എന്ത് വരി എന്ന് വിക്രവും ചോദിക്കുകയാണേ. അത് എന്നും പറഞ്ഞിട്ട് വിക്രമിനെ പിടിച്ചിട്ട് പെട്ടെന്ന് വിക്രമിൻ്റെ കവിളത്ത് വേദ ഒരു ഉമ്മ കൊടുക്കുകയാണേ. പ്രണയിക്കാൻ അറിയാത്ത ഒരു കവിയുടെ സമ്മാനം എന്നുള്ള ഒരു വരിയും കൂടെ അതിലുണ്ട് കേട്ടോ. ഈ ഒരു ഉമ്മയിൽ എല്ലാ പ്രണയം വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ റൊമാൻറ്റിക്കായിട്ട് വേദ പറയാണ്. ഈ ഒരു സമയത്ത് വിക്രമിനാണെങ്കിലോ ഭയങ്കരമായിട്ട് വേദനയോട് പ്രണയവും സ്നേഹവും ഒക്കെ ആ ഒരു സമയത്ത് വരികയാണ്. എന്നിട്ട് വിക്രം വേദയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ട് വേദയുടെ അടുത്ത് പറയാണ്, പ്രണയം എന്തെന്നറിയാത്ത പ്രണയിക്കാൻ അറിയാത്ത ഈ തെമ്മാടിയെ പ്രണയിക്കാൻ പഠിപ്പിച്ചവളാണ് നീ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം റൊമാൻറ്റിക്കായിട്ടിരിക്കുന്ന സീനുകളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം വിക്രം വേദയെ പറ്റി പിടിച്ച് ഇങ്ങനെ പാറപ്പുറത്ത് റൊമാൻറ്റിക്കായിട്ട് കിടക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അവിടെ കിടന്ന് വേദയോട് കൂടി പ്രണയത്തോടൊക്കെ കിടക്കുന്ന സമയത്ത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതൊക്കെയാണ് കാണുന്നത്. അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് സമയം കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ തോട്ടം തൊഴിലാളികൾ സമരം തുടങ്ങുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ കാണുന്നത്. ആ സമയത്ത് തൊഴിലാളികളെ മേരി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അന്നേരം കുറച്ച് പേര് അനുകൂലിക്കുന്നുണ്ട്, കുറച്ച് പേര് പേടി കാരണം മാറി നിൽക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ മക്കൾ അനുഭവിക്കേണ്ട തുക അയാൾക്ക് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്നും കൂട്ടത്തിലുള്ളവർ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, എന്നാലും ഉള്ള ജോലി പോവോ എന്നും ചോദിക്കുന്നവരുണ്ട്. അപ്പം മേരി പറയും, നമ്മളിങ്ങനെ പേടിച്ചിരുന്നാൽ ശരിയാവില്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന സമരത്തിൻ്റെ പേരാണ് ഗരാവോ. ഗരാവോ അതെന്താ കൂട്ടത്തിലൊരാൾ ചോദിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു, അച്ഛൻ വരെ പറഞ്ഞു യേശുക്രിസ്തു വരെ ചാട്ടവാറെടുത്തിട്ടില്ലേ എന്നുള്ളത് എന്നൊക്കെ മേരി പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേരി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ഗരാവോ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുകയാണോ? ആക്രമിക്കൊന്നുമില്ല, നമ്മളൊരാളെ തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല, പിടിച്ചു നിർത്തും. നമ്മുടെ ആൾക്കാർ അയാളെ ചുറ്റിലും കൂടിയിട്ട് പിടിച്ചു നിർത്തും, എന്നിട്ട് അയാളെ അനങ്ങാൻ സമ്മതിക്കരുത്. അങ്ങനെ നമ്മളെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചുറ്റിലുള്ളവർ പറയാണ്. അങ്ങനെ മേരി കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുദ്രാവാക്യങ്ങളൊക്കെ മേരി പുറത്തെടുക്കുമ്പം വേദ ചോദിക്കും, ആഹാ ചേച്ചി ആൾ കൊള്ളാലോ, ഇതൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടാണോ വന്നിട്ടുള്ളത്? അതെ, ഞാൻ വായിച്ചിട്ടുള്ള വാഗത്താനന്ദൻ്റെ നോവലിലെ കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് എഴുതിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മേരി ആ മുദ്രാവാക്യങ്ങളൊക്കെ ഉറക്കെ വിളിക്കുകയാണ്. അത് കൂടെ ഉള്ളവരും ഏറ്റ് വിളിക്കുന്ന സമയത്താണ് ജോബി അവിടേക്ക് കടന്നു വരുന്നത്. ജോബിക്കാണെങ്കിലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഇത് സമരമാണെന്നുള്ളത്. ജോബിയെ കണ്ടപ്പോൾ പിന്നെ അവരൊക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ജോബി ചോദിക്കുകയാണ്, എന്താ സമരമാണോ? അതെ സമരമാണ്, ഗരാവോ. ഗരാവോ എന്നെയോ? ഇത് വന്ന വഴിയൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വേദനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ തല കുമ്പിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജോബി പറയും, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതെ, ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനുള്ള ഏക അവകാശം എനിക്കാണ്. അപ്പം മാനേജറായ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ജോബി പറയാണ്. അഫിഡവിറ്റിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സമരമൊന്നും നടത്താൻ പാടില്ല, യൂണിയനൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ജോബി ഇങ്ങനെ പറയുന്ന സമയത്ത് വേദ കുറച്ച് കാര്യങ്ങൾ ജോബിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെയാണ് വേദ ജോബിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ വേദ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പം കൂട്ടത്തിലുള്ളവരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം വേദയ്ക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള കാര്യം മേരിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോബി പറയും, അതെ നിങ്ങളിപ്പോൾ ഈ സംരക്ഷിക്കാൻ വരുന്ന ഇവളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇവൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അതെ, നാട്ടിൽ ഒരു കൊല ചെയ്തിട്ട് മുങ്ങി നടക്കുന്ന കക്ഷികളാ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് അവിടെ ഉള്ളവരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. മേരി ആണെങ്കിലോ വേദന തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ, ഇവള് പ്രേമിച്ച് ഒളിച്ചോടി വന്നവരൊന്നല്ല, ഒരു കൊല ചെയ്തിട്ട് ഒളിച്ചോടി വന്നവരാണ്. ഇവളുടെ ഭർത്താവുണ്ടല്ലോ, അവനാണ് കൊലപാതകി. എന്നിട്ട് നാട് വിട്ട് വന്നിട്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്ന പ്രതികളാണ് ഇവർ. ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജോബി ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാണേ.
കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജോബി പറയും ഇതിനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ജോബിയുടെ പരിചയത്തിലുള്ള ഏതോ ഒരു പോലീസുകാരനെ വിളിക്കുകയാണ്. എന്നിട്ട് ജോബി പറയും അതെ, നാട്ടിൽ നിന്ന് ഒരു കൊല ചെയ്തിട്ട് ഒളിച്ചോടി വന്നവർ പോലീസ് അന്വേഷിക്കുന്ന പ്രതികൾ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയും. കൊല ചെയ്തിട്ട് മുങ്ങി നടക്കുന്നവരാണ്, സാർ എന്തായാലും ഉടനെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങ് എന്നൊക്കെ ജോബി പറയുമ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ പോലീസുകാരൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വേദ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. മേരിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവണില്ല. മേരി വേദന തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.